കൊട്ടാരം പോലുള്ള വീട്ടിലായിരുന്നു അവരഞ്ച് പേരും മരിച്ചു കിടന്നത്. ഒരമ്മയും, ഒരു മകളും, പിന്നെ ആ മകളുടെ 3 കുട്ടികളും. 2 ആൺകുട്ടികളും, 1 പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. മരിച്ചിട്ട് 2, 3 ദിവസം ആയെന്ന് തോന്നുന്നു. അവര് തിരുവനന്തപുരത്തുനിന്ന് ഇവിടെ കൊച്ചിയിൽ എറണാകുളത്ത് വന്ന് വാടകയ്ക്കെടുത്തെന്ന് വെച്ചാൽ കൊട്ടാരം മാതിരിയുള്ള വീടാണ്. എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇതിൽ നിന്നെല്ലാം നമ്മൾ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ഇവർ 5 പേരും കുട്ടികളെ കൊന്നതായിരിക്കും. എല്ലാവരും ചാവത്തൊന്നുമില്ല. ചാവുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കുന്നതാണ്. കാരണം ഒരു അച്ഛനും അമ്മയാണെങ്കിൽ അവർ മരിക്കുന്നതിന് മുന്നേ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കുട്ടികളെ കൊന്നിട്ട് അച്ഛനും അമ്മയും മരിക്കുന്നു. കാരണം അവർക്ക് നല്ലതായിട്ട് അറിയാം, ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ നോക്കുന്നത് പോലെ ആരും നോക്കത്തില്ല. അവർ അനാഥരായി പോവും. അവർക്കാരും ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഈ കുട്ടികളെ കൊല്ലുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഈ ഒരു ചിന്തയിലേക്ക് വരാനും ഇങ്ങനെ ചാവാനും ഉള്ളൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നത് കുട്ടികളല്ല. അത് ഈ വലിയ മുതിർന്നവരാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? മുതിർന്നവരാണ്. അപ്പം ഇവർക്ക് പണത്തിനോ മറ്റുള്ള കാര്യത്തിനോ ഒന്നും ഇനി അതിനെക്കുറിച്ചുള്ളതൊക്കെ വെളിയിലോട്ട് വന്നിട്ടില്ല. എത്രമാത്രം പണം ഉണ്ടായിരുന്നു, വാടക ഇപ്പം തന്നെ ഈ കൊട്ടാരത്തിന് കൊട്ടാരം ഇപ്പം ഞാൻ കൊട്ടാരം എന്ന് പറയുമ്പോൾ എനിക്കതൊരു കൊട്ടാരം പോലാണ് തോന്നുന്നത്. ചിലരാൾ ഇതിനാണോ കൊട്ടാരം എന്ന് പറയുമെന്ന് പറഞ്ഞ് വഴക്കിന് വരും. അപ്പം അവർ വാടകയ്ക്ക് താമസിക്കുമ്പം അതിനൊരു ചെറിയ എമൗണ്ട് വാടകയായിരിക്കത്തില്ല. നല്ല ഒരു മാസം ഓരോന്ന് കൊടുക്കണം. അപ്പം അത്രയും വലിയൊരിടത്ത് വന്ന് താമസിക്കുന്നു. അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അല്ലെ അവരുടെ ഒരു ഇതിന് വേണ്ടിയായിരിക്കും അവർ വന്നങ്ങനെ താമസിച്ചതെന്ന് വിചാരിക്കുന്നു. ഇത്രയും സാമ്പത്തികം ചിലപ്പം ഉണ്ടായിരിക്കാം. ഇതിൽ നിന്നെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളത് വെച്ച് നമ്മുടെ കുടുംബത്തിനോട് ചേർന്ന് നമ്മൾ കല്യാണം കഴിച്ചവരെ കൂടാണ് അധികം എനിക്ക് പറയാനുള്ളത്. അപ്പം അതനുസരിച്ച് നമ്മൾ കല്യാണം കഴിച്ച് കൊടുത്ത് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 100-ൽ 80-90% ആൾക്കാരും ഇനി നീ ഈ കുടുംബത്തിലെ അല്ല, വേണമെങ്കിൽ അടിയായാലും ഇടിയായാലും നീ അവിടെ അങ്ങ് ജീവിച്ചോണം എന്നാണ് ചില അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒരു തീരുമാനം. തിരിച്ച് വീട്ടിലോട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭർത്താവിനെ കളഞ്ഞിട്ട് അവൾ വന്നു എന്ന് വേണമെങ്കിൽ പറയും. അപ്പം വീട്ടിൽ പിന്നെ നമുക്ക് പഴയ കല്യാണം കഴിച്ച് പോകുന്നതിന് മുന്നേ ഒരു സ്ഥാനം ഉണ്ടായിരുന്നല്ലോ, ആ സ്ഥാനം ഉണ്ടാവത്തില്ല. അപ്പം നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ അടി ഇടിയൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്കണം, അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ എന്താ പറയുക, പിരിയുക. ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് കഴിഞ്ഞ മാസം 2 മാസങ്ങൾക്ക് മുന്നേ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് ചിലപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് സൂയിസൈഡ് ചെയ്തത്. ഈ ഹസ്ബൻഡ് ഉണ്ടായിരുന്നപ്പം നല്ല രീതിയിൽ തന്നെ ഒരു കുടുംബത്തെ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കണം. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മരണം ഇവർക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല എന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെയുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ്, എന്താണ് സംഭവം എന്ന് നമുക്ക് കണ്ട് കാത്തിരുന്ന് കാണാം. പിന്നെ എനിക്കിതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ മരിക്കുന്നവരെ മോശമായിട്ട് സംസാരിക്കുന്നൊന്നും പറയരുത്. എൻ്റെ യഥാർത്ഥമായിട്ട് ഒരു മനസ്സിൽ നിന്നുള്ള കാര്യങ്ങളാണ്. വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ വീട് വളരെയധികം വർഷങ്ങൾ കഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ വയസ്സാം കാലത്ത് ഇവിടെ വന്ന് നമുക്ക് രാജാവിനെ പോലെ ജീവിക്കാമെന്ന് വിചാരിച്ച് എവിടെയോ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് ചേർത്ത് വെച്ചതാണ്. അവിടെ പോയി ചാവേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങളെന്തായാലും ചാവാൻ തീരുമാനിച്ചു. വിഷമല്ലേ കൊടുക്കുന്നത്? പബ്ലിക്കിൽ ആർക്കും ഒരു ദ്രോഹം ഇല്ലാത്ത എവിടെയെങ്കിലും പോയി ചാവണ്ടായിരുന്നോ? ഈ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടില്ലേ? വളരെ പല ആൾക്കാരും പോയി ഈ മൈതാനത്തൊക്കെ പോയി കാറിനകത്തിരുന്ന് ചാവുന്നുണ്ട്. ഒത്തിരി ആൾക്കാരങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസരത്തുള്ളവർക്കൊന്നും അപകടം ഉണ്ടാവരുത്, ഞങ്ങൾ മാത്രം മതി. നല്ല മനസ്സോടാണ് ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കാമായിരുന്നു. ആരോട് പറയാനാ? എന്നാലും ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ. കാരണം ആ മനുഷ്യൻ ഇനി അവിടെ ആരെങ്കിലും താമസിക്കുമോ? ഇനി അത് വിൽക്കാൻ പറ്റുമോ? ഇത്ര വർഷമായിട്ട് ആ മനുഷ്യൻ സമ്പാദിച്ചേക്കെ പോയി. അതൊരു കാര്യമല്ലേ? ഇതൊരു നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ഇതിനെന്തോ ഭ്രാന്താന്നോ ഇങ്ങനെയൊക്കെ പറയാം. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. എന്തായാലും ആദ്യം അത് സ്വന്തം വീടാണെന്ന് വിചാരിച്ചത്. പിന്നെ അതിങ്ങനെ ഞാൻ ഇത് ന്യൂസ് തന്നെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വീടിൻ്റെ ഉടമസ്ഥൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുമ്പം ചാവുന്ന് 5 പേര് മരിച്ച വീട്ടിലേക്ക് ഇനി ആരാണ് താമസിക്കാൻ വരുന്നത്? അബാൻഡഡ് ഹൗസോ എന്നും പറഞ്ഞുകൊണ്ടുണ്ടല്ലോ, ആ രീതിയിലേക്ക് അത് മാറിപ്പോവും. അപ്പം എന്താണ്
ഒരു ചിന്തിക്കണ്ടേ? അപ്പം മരിക്കുമ്പം പോലും മറ്റുള്ളവർക്കൊരു ദ്രോഹം ചെയ്ത മനുഷ്യരാണെങ്കിൽ ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ എന്തുമാത്രം ചെയ്തിട്ടുണ്ടായിരിക്കും? ആരും എന്നോട് വഴക്കിന് വരരുത്. കാരണം ഒരു അത്തരം കുഞ്ഞുങ്ങൾ അത്രയും 3 കുഞ്ഞുങ്ങളെ കൊന്നവരോട് ഒരു ദയയുമില്ല. എന്നാ പിന്നെ അങ്ങ് പ്രസവിക്കാതിരിക്കണം. 3 കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് ആരെ തോൽപ്പിക്കാനാ? അല്ലാതെ വേറൊന്നും അല്ല. ആരെ തോൽപ്പിക്കണം? ഭർത്താവ് പിന്നെ മരിച്ചു സൂയിസൈഡ് ചെയ്ത്. ഇനി അപ്പം ഞാനിരുന്ന ആരെയും ഒരാളെ തോൽപ്പിക്കണം. ഇനി അതിനെക്കുറിച്ചുള്ളത് നമുക്ക് പിൻകാലത്തെ അറിയാൻ പറ്റത്തുള്ളൂ. വിശദീകരിച്ച് എനിക്കിത്രയും കണ്ടതിൽ നിന്ന് ഇതാ മനസ്സിലായത്. ഏറ്റവും കൂടുതൽ വൈരാഗ്യവും ദേഷ്യവും എനിക്കെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങള്, നല്ല കുഞ്ഞുങ്ങള്. ആ നല്ല കുഞ്ഞുങ്ങളെ കൊന്ന ഇവരോട് ഒരു ദയയും തോന്നുന്നില്ല. ആ അമ്മയോടും മകളോടും. അവരത്രയ്ക്കും ക്രൂരന്മാരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ മനുഷ്യൻ എവിടെയോ കിടന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ചേർത്ത് വെച്ചതിനകത്ത് പോയി ചത്തിട്ട് അത് വിൽക്കാനും പറ്റത്തില്ല. ഉം. അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചേർത്ത് വെച്ച കെട്ടിയ വീടാന്ന് തോന്നുന്നത്. അതും വിൽക്കാൻ പറ്റത്തില്ല, വാടകയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇത്രയും വലിയ ദ്രോഹം ചെയ്തിട്ട് അവിടെ പോയി ചാവേണ്ട വല്ല ആവശ്യമുണ്ടോ? എവിടെങ്കിലും ഓരോരുത്തർ ഹോട്ടൽ റൂമോ അല്ലെങ്കിൽ എവിടെങ്കിലും അവർക്ക് ഹോട്ടൽ റൂം ആകുമ്പം അത് അടച്ചിടാം. ബാക്കിയെല്ലാം എല്ലാവർക്കും കൊടുക്കാം. ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ചെയ്യാം. ഇതൊരു വലിയ ന്യായീകരിക്കുമല്ല. ദൈവത്തെ ഓർത്ത് വഴക്കിനൊന്നും വരരുത്. ഞാനിങ്ങനെ ന്യൂസൊക്കെ കാണുമ്പം എന്തെങ്കിലുമൊക്കെ കാര്യം പറയണ്ടേ എന്ന് വിചാരിച്ച് ഇന്നത്തെ കാര്യം ഇതാക്കിയെന്നേ ഉള്ളൂ. ആരും ഇതൊന്നും പറഞ്ഞ് എന്നോട് വഴക്കിന് വരരുത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. കാരണം എനിക്കിഷ്ടം പോലെ വഴക്കൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ പിന്നെ അങ്ങ് മിണ്ടാതിരിക്കും. മൈൻഡ് ചെയ്യാറില്ല. ഇതിങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കുമ്പം പിന്നെ കുട്ടികളുടെ കാര്യങ്ങളും ഈ അമ്മയുടെയും ഈ ഈ അമ്മ കുറച്ച് പിന്നെ പണത്തിനൊന്നും ബുദ്ധിമുട്ടേ അവർക്കില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു വീട് അവരെടുക്കാനുള്ള ചാൻസേ ഇല്ല. എത്രയോ അവര് എനിക്ക് തോന്നുന്നു ചാവാൻ വേണ്ടി കരുതിക്കൂട്ടിയാണ് ഇവര് വന്നേക്കെന്ന് തോന്നുന്നു. ഇത്രയും ദൂരം വന്നേക്കുന്നത് കണ്ടോ? അവിടുന്ന് അങ്ങ്ന്ന് ഇങ്ങ് വരെ വന്നേക്കുന്നു. വന്നിട്ടൊരു പാവമായിരിക്കത്തില്ല. അയാളും പണക്കാരനായിരിക്കും. എന്നാലും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വെച്ച് അയാൾക്ക് ഇത്രയും വലിയ ദ്രോഹവും ചെയ്തിട്ട് പോയി. മരിച്ചു കഴിഞ്ഞിട്ടും. എല്ലാരും അങ്ങ് ചാവുവാ. ഒരു ദിവസം തന്നെ. എത്ര പേരാണ് ചാവുന്നത്? നിമിഷ നേരം കൊണ്ട് ചാവുവാണ്. മതി. ആ ചാവുന്നത് ഒരു നല്ല കാര്യമാ. കാരണം നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒന്നുമില്ല. നമുക്കാരും ഇല്ല എന്നൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മരിക്കണം എന്നൊക്കെയാണ്. എനിക്കും തോന്നാറുണ്ട് അങ്ങനെയൊക്കെ ചില സമയത്ത്. പക്ഷേ ആ ഒരു തോന്നൽ നമ്മൾ എവിടുന്നാണ് നമുക്ക് വരുന്നത്? അത് ഫസ്റ്റ് ആലോചിക്കണം. നമ്മൾ നല്ലതായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളൊരു നേർരേഖയിൽ കൂടെ പോകുന്ന ഒരാളാണെങ്കിൽ ആ രേഖ കറക്റ്റാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളതൊക്കെ ചിന്തിക്കുന്നത്? സത്യസന്ധതയോടും പിന്നെ എന്താ പറയുന്നത് കാരുണ്യത്തോടും സഹജീവി സ്നേഹത്തോടും ഒക്കെ ഒന്ന് ഇരുന്ന് നോക്ക്. ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇതൊന്നും ഇല്ലാതെ ആരെ ദ്രോഹിക്കണം, ആരെ ചീത്ത വിളിക്കണം, ആരെ എന്ത് പറയണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് കേറി ചത്താ ആർക്ക് ഒരു നഷ്ടവും ഇപ്പൊ നിങ്ങളെല്ലാം ചത്തെന്ന് വിചാരിച്ച് ഭൂമിക്ക് ഭാരം കുറച്ച് കുറഞ്ഞു. ഇന്ന് നാളെ ഞാൻ ചത്താലും അതൊക്കെയേ ഉള്ളൂ. കൂടെ സ്നേഹമുള്ള ആൾക്കാര് 2 ദിവസം ദുഃഖിക്കും. 4ാമത്തെ ദിവസം അവരവരുടെ കാര്യം നോക്കി അങ്ങ് പോകും. പിന്നെ കുറച്ച് നാളിവിടെ ഭൂമിയിൽ അടിച്ച് പൊളിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ സൂയിസൈഡ് ചെയ്യണ്ട. പിന്നെ വേറെയും പലതൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പറയുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യം. ഇതിൻ്റെ ബാലൻസും ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. ഈ കൊച്ചിനെ പിടിച്ച് കല്യാണം കഴിച്ച കാര്യം. നിങ്ങളത് കണ്ടു കാണുമെന്ന് തോന്നുന്നു. അതിന് ഞാൻ പിന്നെ ക്യാപ്ഷൻ വെച്ചത് നല്ലതല്ല. അതുകൊണ്ട് നല്ലതായില്ല. അതുകൊണ്ട് ആർക്കും അത് മനസ്സിലായില്ല. ഈ കാമുകനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം മറന്നുപോയെന്നും പറഞ്ഞായിരുന്നു ക്യാപ്ഷൻ. ഇപ്പോൾ ഒരു കല്യാണം നടത്തിയില്ലേ? നമ്മുടെ എന്തുവാ കുംഭമേളയിലെ വൈറൽ താരത്തിൻ്റെ. അപ്പം അന്ന് ആ കുട്ടി കുറച്ച് നാൾ മുന്നേ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അതിൻ്റെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ലെന്ന്. അപ്പോൾ അവൾ വളരെ ചെറിയ കുട്ടിയാണ്. അപ്പം അവളെയാണ് പിടിച്ച് കല്യാണം കഴിച്ചപ്പോൾ തെളിവെല്ലാം കിട്ടി. പക്ഷേ എൻ്റെ ആ വീഡിയോസ് അങ്ങനെ ആരും കാണാതെ പോയി. അപ്പം അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മുടെ ആൾക്കാരൊക്കെ ഇനി എന്ത് ചെയ്യും? എന്ത് പറഞ്ഞാണ് അതിനെ ഒന്ന് നേരെ ചൊവ്വയാക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുവാണ്. അതെല്ലാം നല്ലതായിട്ട് കണ്ടിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വീഡിയോയും കൂടെ ഒന്ന് ചെയ്യണം. സത്യം പറഞ്ഞാ ഓടിപ്പോയി കൊച്ചിനെ പിടിച്ച് അങ്ങ് കല്യാണം കഴിക്കുക. നീ കല്യാണം കഴിച്ച് അങ്ങോട്ട് പ്രസവിച്ച് അങ്ങ് കൂട്ടി അങ്ങനെ അങ്ങ് ഇരുന്നു. എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. അതുപോലെ നമ്മുടെ തല, നമ്മുടെ സാറ് ഒരു തെറ്റ് ചെയ്ത് നമ്മളെ കൺട്രോൾ ചെയ്തൊരു സാറ് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? അതേപോലുള്ള അവസ്ഥയായി പോയി. മനസ്സിലായോ? ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണണം. അതിനകത്ത് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്.
കൂടുതൽ ആഴത്തിൽ സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വന്ന് എനിക്ക് പറയണമെന്നാണ് ആഗ്രഹം. സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.